യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോൾ അർജുനൊരാഗ്രഹം, അപ്പുറത്തെ സൈന്യത്തിലുള്ള എല്ലാവരെയും ഒന്ന് കാണണം. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. ആ സേനയുടെ നടുക്കലേക്ക് കൊണ്ടുപോയി ആ രഥം ഒന്ന് കൊണ്ട് നിർത്തൂ ഭഗവാനെ എന്ന് പറയുകയാണ്. അവിടെ കൊണ്ട് നിർത്തിയപ്പോഴല്ലേ ആരൊക്കെയുണ്ട്? തൻ്റെ പിതാമഹന്മാർ ഭീഷ്മരും ദ്രോണരും പുത്രന്മാർക്ക് തുല്യമായിട്ടുള്ളവരും പൗത്രന്മാരും ബന്ധുജനങ്ങളും എല്ലാവരും നിൽക്കുന്നു. എന്തു തുടങ്ങി? വായിൽ വെള്ളം വറ്റാൻ തുടങ്ങി, ശരീരമാസകലം ചുട്ടുപൊള്ളാൻ തുടങ്ങി. ഗാണ്ഡീവം സംസ്രതേ ഹസ്താത്. ആ ഗാണ്ഡീവം എവിടെയാണ്? ഖാണ്ഡവനം ദഹിപ്പിച്ചപ്പോൾ അഗ്നിദേവൻ സന്തോഷം കൊണ്ട് കൊടുത്തതാണ് ഈ ഗാണ്ഡീവം. അതുപോലെ തന്നെ അമ്പൊടുങ്ങാത്ത അവനാഴി, ദിവ്യമായിട്ടുള്ള രഥം, ഇതൊക്കെ കൊടുത്തതാണ്. ആ ഗാണ്ഡീവമൊക്കെ ഇരുന്ന് സംസതേ ഹസ്താത്, കയ്യിലിരുന്ന് വിറയ്ക്കുകയാണ്, വിയർത്ത് കുളിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവസാനം എന്ത് ചെയ്തു? അമ്പും വില്ലും ഒക്കെ താഴെയിട്ട് നേരെ രഥത്തിൻ്റെ പുറകിൽ വന്ന് നിലത്തിരുന്ന് കണ്ണുനീര് വാർക്കുകയാണ്. കൃഷ്ണൻ ഓടി വന്നു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, എനിക്ക് യുദ്ധമൊന്നും വേണ്ട, എനിക്ക് ഈ ബന്ധുജനങ്ങളെ ഒന്നും കൊന്നിട്ട് എനിക്കൊരു രാജ്യവും വേണ്ട. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു ക്ഷത്രിയൻ്റെ യശസ്സിന് ചേരാത്ത രീതിയിൽ നീ പെരുമാറരുത്. വേണ്ട വേണ്ട, ഞാൻ ഭിക്ഷ എടുത്ത് ജീവിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. എങ്ങനെ? ഞാൻ ഭിക്ഷ എടുത്ത് ജീവിച്ചു കൊള്ളാം. ഇവിടെയാണ് ഭഗവാൻ തൻ്റെ ഗീതോപദേശം നൽകുന്നത്. ഭീഷ്മപർവത്തിൽ 25-ാമത്തെ അധ്യായം തൊട്ട് 42-ാമത്തെ അധ്യായം ഉൾപ്പെടെയുള്ള 18 അധ്യായം. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ പറയുന്നത് 700 ശ്ലോകങ്ങൾ എന്നാണ്. ഭഗവത്ഗീതയിലെ 700 ശ്ലോകങ്ങൾ. ശങ്കരാചാര്യർ പറയുന്നത് സർവവേദാർത്ഥ സാരസംഗ്രഹഭൂതം. ഭഗവത്ഗീത എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? സർവവേദാർത്ഥ സാരസംഗ്രഹഭൂതം. എല്ലാ വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഈ ഭഗവത്ഗീത എന്ന് ശങ്കരാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭഗവത്ഗീത ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇവിടെ നമുക്ക് വീണ്ടും ചില സംശയങ്ങളുണ്ട്. അതായത്, ഇത്രയും നേരം ഭഗവാൻ ഈ യുദ്ധഭൂമിയിൽ നിന്ന് അർജുൻ ഇത് ഉപദേശിച്ചു കൊടുത്തോ? അതോ വ്യാസഭഗവാൻ ഇതെല്ലാം കേട്ടിട്ട് തൻ്റെ മനോധർമ്മം അനുസരിച്ച് കുറച്ച് വിപുലീകരിച്ചതാണോ ഇത് എന്നൊക്കെ ഒരു സംശയമുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായിട്ട് ശങ്കരാചാര്യർ മറുപടി പറയുന്നുണ്ട് ഭാഷ്യത്തിൽ. ശങ്കരാചാര്യർ പറയാണ്, ഇത് ഭഗവത്ഗീത ആരാണ് ഉപദേശിച്ചിരിക്കുന്നത്? ഭഗവാനാണ്. ഭഗവാന്റെ ഉപദേശത്തിൽ കൈകടത്താനുള്ള കഴിവ്, സാമർഥ്യം, ബുദ്ധിശൂന്യത ആര് കാണിക്കില്ല? വ്യാസഭഗവാൻ കാണിക്കില്ല. അതിലൊരു മോഡിഫിക്കേഷനും അഡീഷനും ചെയ്യാൻ മാത്രമുള്ള ബുദ്ധിശൂന്യതയില്ല. കൃത്യമായിട്ടും ഭഗവാൻ ഉപദേശിച്ച അതേ രീതിയിൽ തന്നെയാണ് ഭഗവത്ഗീത എന്ന് വളരെയധികം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത്ര നേരമോ? ഭഗവാൻ കാലാതീതനല്ലേ, അല്ലേ? നമ്മളിവിടെ ഭഗവാൻ ഒരു 5 മണിക്കൂർ കൊണ്ട് 10 മണിക്കൂർ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് ചുറ്റും നിൽക്കുന്നവർക്ക് 1 മിനിറ്റായിട്ട് തോന്നാൻ ഭഗവാന് കഴിവില്ലേ? ഭഗവാൻ എന്താണ് സാധിക്കാത്തത്? ഇനി മറ്റൊന്ന്, ഭഗവത്ഗീതയെ പറ്റി പറയുന്ന ഒരു അപവാദം. അർജുനൻ യുദ്ധമൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അർജുനൻ അഹിംസയ്ക്ക് താല്പര്യം പറഞ്ഞു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? കൊല്ലാൻ പറഞ്ഞു. ഹിംസയ്ക്ക് കൂട്ടുനിന്നു എന്നാണ്. അപ്പം ഇതിനുള്ള ഉത്തരവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അർജുനൻ അഹിംസയ്ക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അങ്ങനെയായിരിക്കണം. സ്വന്തം ജനങ്ങളെ കണ്ടപ്പോഴാണ് എന്ത് അഹിംസ എന്ന് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞു അത് പറ്റില്ല, സ്വജനം പരജനം എന്നുള്ള വ്യത്യാസം പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ തൻ്റെ ഉപദേശം തുടങ്ങി. സാഖ്യയോഗവും കർമ്മയോഗവും എല്ലാം ഉപദേശിച്ചു. അതിനുശേഷം ഭഗവാൻ പറയുകയാണ്, അർജുന, ഈ ഒരു യോഗം പണ്ട് ഞാൻ സൂര്യഭഗവാന് ഉപദേശിച്ചിട്ടുണ്ട്. സൂര്യൻ ഇത് മനുവിനും, മനു ഇത് ഇക്ഷ്വാകുവിനും ഉപദേശിച്ചു. ഇക്ഷ്വാകുവിൽ നിന്ന് പല മുനീശ്വരന്മാരിലേക്ക് ഇതെത്തി. പണ്ട് കാലത്ത് ഈ യോഗം അന്നുള്ള ഋഷീശ്വരന്മാർക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ പിന്നീട് ഈ യോഗം ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയായി, ഇത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ഞാൻ നിനക്ക് ഇത് ഉപദേശിച്ചു തരുന്ന എന്തുകൊണ്ടാണ്? നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എൻ്റെ ആത്മമിത്രമായതുകൊണ്ട് ഞാനിത് നിനക്ക് ഉപദേശിക്കുന്നുവെന്ന്. അപ്പം അർജുനൻ ചോദിച്ചു, ഭഗവാനെ, ഭഗവാൻ എൻ്റെ കൂടെ ഇവിടെ ജീവിക്കുന്നു സമകാലീനനായിട്ട്. കൽപ്പം തുടങ്ങിയപ്പോൾ ഉള്ള സൂര്യഭഗവാന് അങ്ങ് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത്? ശരിയല്ലേ? ഇവിടെ നിൽക്കുന്ന അർജുനൻ, അല്ല ശ്രീകൃഷ്ണൻ, ഈ കൽപ്പം തുടങ്ങിയ കാലത്ത്
ഉത്ഭവിക്കപ്പെട്ട സൂര്യൻ ഇത് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അർജുന, നിനക്കും എനിക്കും ധാരാളം ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കതറിയാം, നിനക്കത് അറിയില്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെയാണോ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്, അധർമ്മം ഉയർത്തെഴുന്നേൽക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ യുഗങ്ങളിലും ഞാൻ അവതരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. പരിത്രാണായ സാധൂനാം, സാധുക്കളെ ഞാൻ ഉദ്ധരിക്കുന്നു, അല്ലെ, ത്രാണനം ചെയ്യുന്നു. വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടന്മാരെ ഞാൻ നിഗ്രഹിക്കുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും ഞാൻ വന്ന് ഈ ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. അതാണ് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ഭഗവാൻ ഈ വാക്കുകളെല്ലാം പറയുമ്പോൾ അർജുനൻ ഇതെല്ലാം ഞെട്ടിത്തരിച്ചിരുന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കർമ്മസന്യാസ യോഗം വർണ്ണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അക്ഷരബ്രഹ്മമായിട്ടുള്ള ഓംകാരത്തിനെ പറ്റി വർണ്ണിക്കുകയാണ്. അക്ഷരബ്രഹ്മമായിട്ടുള്ള ഓംകാരത്തിനെ പറ്റി വർണ്ണിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ഓം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. ഈ ഓമിൻ്റെ പ്രത്യേകത എന്താണ്? ആദിയിൽ ഭഗവാൻ ഏകനായിരുന്നു. ഭഗവാന് തനിക്ക് തന്നെ പലതായിട്ട് വിഭജിക്കണം തോന്നി. ഭഗവാൻ തൻ്റെ സങ്കല്പം ഓം എന്നുള്ള ഒരു അക്ഷരത്തിലൂടെയാണ് പുറത്ത് പ്രകടിപ്പിച്ചത്. അതാണ് ആദിമ ശബ്ദം എന്ന് പറയുന്നത്. പ്രണവമന്ത്രം എന്നുകൂടി പറയുന്നുണ്ട്. അതിനെന്താണ്? ശരിക്കു പറഞ്ഞാൽ ഈ ഒരു അക്ഷരം പുറത്തു വന്നതോടുകൂടിയാണ് നദികളും പർവ്വതങ്ങളും ഒക്കെ ഉണ്ടായത്. പ്രാണൻ കൊടുത്തതാണ്. നമുക്കറിയാം, നമഃശിവായ എന്നുള്ള മന്ത്രത്തിന് ശരിക്കു പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന, പ്രാണൻ കൊടുക്കുന്ന ആ ഓം എന്നുള്ള മന്ത്രമാണ്. അക്ഷരബ്രഹ്മമാണ്. എന്നിട്ട് ഭഗവത്ഗീതയിൽ പറയുകയാണ് ഭഗവാൻ, ഈ ഓം എന്നുള്ള പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് ആര് ശരീരം ത്യജിക്കുന്നോ അവൻ ഉത്കൃഷ്ടമായ ലോകത്തെ പ്രാപിക്കും. ഇത് ഭീഷ്മരുടെ അവസാന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഭീഷ്മര് അവസാന സമയത്ത് പ്രണവമന്ത്രം ജപിച്ചുകൊണ്ട് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓംകാര മന്ത്രത്തിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. പിന്നെ രാജവിദ്യ, രാജഗുഹ്യയോഗം, ഭഗവത്ഗീത മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വർണ്ണിക്കുന്നില്ല. പിന്നീട് 10-ാം അധ്യായമായിട്ടുള്ള വിഭൂതി യോഗം എല്ലാം വർണ്ണിച്ചു കഴിയുമ്പോൾ ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ആ മഹത്തായിട്ടുള്ള വിശ്വരൂപം എനിക്ക് കഴിവുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചു തരാമോ എന്ന്. കുറച്ച് സ്പീഡ് കൂട്ടി പറയാൻ പോവാണ്, ഇല്ലെങ്കിൽ ഭീഷ്മപർവ്വം ഒരിടത്തും എത്തില്ല. അപ്പോൾ ഉടനെ ഭഗവാൻ പറയുകയാണ്, നിന്റെ ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് വിശ്വരൂപം കാണാൻ സാധിക്കില്ല, നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ വിശ്വരൂപം പ്രദർശിപ്പിക്കുകയാണ്. അതിഥിയുടെ പുത്രന്മാരായിട്ടുള്ള 12 ആദിത്യന്മാർ, 12 ആദിത്യന്മാർ, 11 രുദ്രന്മാർ, 11 രുദ്രന്മാർ, അതുപോലെ തന്നെ അഷ്ടവസുക്കൾ, അതുപോലെ തന്നെ 49 മരുക്കൾ, 2 അശ്വിനി ദേവന്മാർ, അസംഖ്യം ദേവന്മാർ, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഈ വിശ്വരൂപത്തിൽ കാണുകയാണ് അർജുനൻ. പക്ഷേ ആദി ഇല്ല, അന്തവും ഇല്ല, മധ്യവുമില്ല, അതുപോലുള്ള രൂപം. അർജുനൻ പെട്ടെന്ന് ആനന്ദമുണ്ടെങ്കിലും ഈ രൂപം കണ്ട് ഭയചകിതനായി. പിന്നീട് കാണുന്നത് ആ വിശ്വരൂപത്തിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഭീഷ്മരും ദ്രോണരും ധാർത്തരാഷ്ട്രന്മാരുമെല്ലാം വളരെ വേഗത്തിൽ വായ്ക്കുള്ളിലേക്ക് പതിക്കുന്നതാണ്. ഇതെല്ലാം കണ്ടപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, ഭഗവാനെ, ഈ ഒരു രൂപം എനിക്ക് വളരെയധികം ആനന്ദം തരുന്നുണ്ടെങ്കിലും എനിക്കിത് കണ്ടിട്ട് താങ്ങാൻ സാധിക്കുന്നില്ല. കാരണം ആയിരക്കണക്കിന് ആദിത്യന്മാർ ഉദിച്ചുയർന്ന പ്രതീതിയാണ്. ഭഗവാനെ, ഈ രൂപം മാറ്റിയിട്ട് ആ ചതുർബാഹുവായിട്ടുള്ള രൂപം ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അർജുന, ഈ വിശ്വരൂപം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല. എത്ര വേദം പഠിച്ചാലോ, തപസ് ചെയ്താലോ, അതുപോലെ ദാനം ചെയ്താലോ, ജപം ചെയ്താലോ ഈ രൂപം കാണാൻ സാധിക്കുന്നതല്ല. എന്നിൽ ആ സമർപ്പണ ഭാവമുള്ളവന് മാത്രമേ ഇത് കാണാൻ സാധിക്കൂ. നിനക്ക് ഞാൻ എൻ്റെ ചതുർബാഹു സ്വരൂപം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭഗവാൻ സൗമ്യമായിട്ടുള്ള ആ ചതുർബാഹു രൂപത്തിൽ വരികയാണ്. അവിടെയും ഭഗവാൻ പറയാണ്, ഈ രൂപം കാണാൻ ദേവന്മാരൊക്കെ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയാവോ? ഈ രൂപവും വേദാധ്യയനം കൊണ്ടും തപസ് കൊണ്ടും ഒന്നും ലഭിക്കില്ല. അനന്യമായിട്ടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രൂപം കാണാൻ സാധിക്കുക. ആരാണ് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുന്നത്, യാതൊരു തരത്തിലുള്ള വൈരവും ഇല്ലാതെ, ആ ഒരു തരത്തിലുള്ള ആസക്തിയും ഇല്ലാതെ ആരാണോ ജീവിക്കുന്നത്,
അവന് മാത്രമാണ് ഈ രൂപം കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ ഭക്തിയോഗം, അനന്യമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമെന്നല്ലേ പറഞ്ഞത്, ഭഗവാൻ ഭക്തിയോഗം പറഞ്ഞു കൊടുക്കുകയാണ്. സാകാരമായിട്ടുള്ള ഭക്തി, നിരാകാരമായിട്ടുള്ള ഭക്തി, ഇതെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പം അർജുനൻ പറഞ്ഞു, എൻ്റെ ഭഗവാനെ ചഞ്ചലം ഹി മനഃകൃഷ്ണ, എൻ്റെ മനസ്സാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇളകിക്കൊണ്ടിരിക്കുന്ന, ഇതൊക്കെ എൻ്റെ ഭഗവാനെ നടപ്പാകുന്ന കാര്യം വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ്, ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് പറയുമ്പോൾ അഭ്യാസേനത്തു കൗന്തേയ, ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട്, റിപ്പീറ്റഡ് സ്റ്റഡി, ആവർത്തിച്ച് നമ്മൾ പരിശീലിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും മുന്നോട്ട് ഗുണത്രയ വിഭാഗ യോഗവും മോക്ഷ സന്യാസ യോഗവും എല്ലാം വർണ്ണിച്ച് ഭഗവാൻ ഭഗവത്ഗീത സമാപിക്കുകയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ. എന്താണ് പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് മാമേകം ശരണം വൃജ, ഞാൻ മാത്രമാണ് ആശ്രയം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുത്തന്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വൃജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, അവൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ഇല്ലാതെയാക്കും, ദുഃഖിക്കണ്ട, അവന് ദുഃഖിക്കാനുള്ള ഒരവസ്ഥയും വരില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശം സമാപിപ്പിക്കുകയാണ്. മാത്രമല്ല ഭഗവാൻ പറയുകയാണ്, ഇതൊരിക്കലും താല്പര്യമില്ലാത്തവർക്കോ തപസ് അല്ലെങ്കിൽ ആ ഒരു തപോനിഷ്ഠ ഇല്ലാത്തവർക്കോ ഈ ഭഗവത്ഗീത ഉപദേശിക്കരുത്. കാരണം ഇത് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. ഇനിയോ ഈ നിഗൂഢമായ ശാസ്ത്രം വളരെ ശ്രദ്ധയുള്ളവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇനി ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്കോ, ഇത് വളരെയോടെ ശ്രദ്ധയോടെ കേട്ടാൽ അവർ വളരെ ഉയർന്ന ലോകങ്ങളെ പ്രാപിക്കും എന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്രരോട്, സഞ്ജയൻ വർണ്ണിക്കുകയല്ലേ, എൻ്റെ രാജാവേ, ആ വ്യാസമഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വിശ്വരൂപം എനിക്കും കാണാൻ സാധിച്ചു, ശരിയല്ലേ? അത്ഭുതവും എന്തൊക്കെയാണ് അനുഭൂതിയും ആനന്ദവും ഉൾക്കൊള്ളുന്ന ഒരു തലത്തിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ അവസാനത്തെ ശ്ലോകം ഭഗവത്ഗീതയിൽ, എത്ര യോഗേശ്വര കൃഷ്ണോ, എവിടെയാണോ യോഗേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനുള്ളത്, എത്ര പാർത്ഥോ ധനുർധരനായിട്ടുള്ള ആ ഒരു അർജുനുള്ളത്, തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമം, അവിടെ ശ്രീ വിജയം, നീതി, ഭൂതി, വിഭൂതികൾ എല്ലാം അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സമാപിപ്പിക്കുകയാണ്.